വെമ്പായം സ്വദേശി പ്രഭാകുമാരിയുടെ വീടാണ് ആളില്ലാത്ത സമയത്ത് നോട്ടീസ് പതിച്ച ശേഷം നെടുമങ്ങാട് സഹകരണ അർബൻ ബാങ്കിന്റെ വെമ്പായം ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ താഴിട്ട് പൂട്ടിയത്. പ്രഭകുമാരിയും അമ്മ യശോദയും ഭർത്താവ് സജിയും മകൻ സേതുവും കഴിഞ്ഞ 15 വർഷമായി ആകെയുള്ള 4.5 സെന്റിൽ വീട് വെച്ച് താമസിച്ചു വരികയാണ്. 2016-ൽ 1.5 ലക്ഷം രൂപ വീട് പുതുക്കിപ്പണിയാൻ നെടുമങ്ങാട് സഹകരണ അർബൻ ബാങ്കിന്റെ വെമ്പായം ബ്രാഞ്ചിൽ നിന്ന് വസ്തുവിന്റെ ഈടിന്മേൽ ലോൺ എടുത്തിരുന്നു. കോവിഡ് കാലത്ത് തൊഴിലില്ലാതായതോടെ തിരിച്ചടവ് മുടങ്ങി. 50,000 രൂപ ഉടൻ തിരികെ അടയ്ക്കണമെന്നും അല്ലാത്തപക്ഷം ജപ്തി നടപടിയിലേക്ക് പോകുമെന്നും കാണിച്ച് ബാങ്ക് വക്കീൽ നോട്ടീസും നൽകി. കോൺഗ്രസ് ഭരണസമിതിയാണ് സഹകരണ ബാങ്ക് ഭരിക്കുന്നത്. അടവ് കാലാവധി നീട്ടി നൽകണമെന്ന് സ്ഥലം എംപിയും കോൺഗ്രസ് നേതാവുമായ അടൂർ പ്രകാശിന്റെ കത്ത് ഇവർ ബാങ്കിലെത്തിച്ചു. റിക്വസ്റ്റ് ലെറ്റർ നൽകിയത് പ്രകാരം 30-ാം തീയതി വരെ സമയം ആവശ്യപ്പെട്ടത് ബാങ്ക് അനുവദിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് ബാങ്ക് അധികൃതരുടെ നടപടി. എൻ്റെ അടുത്ത് ഇന്നലെ അവർ വിളിച്ചിട്ട് പറഞ്ഞ് 11:30 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അർബൻ ബാങ്കിൽ അടിയന്തരമായിട്ട് വരണം, റിക്വസ്റ്റ് എഴുതി കൊടുക്കാനാണെന്നാണ് പറഞ്ഞത്. റിക്വസ്റ്റ് എഴുതി കൊടുക്കാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞില്ല, പൈസ അടച്ചേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാനിവിടെ പറഞ്ഞതാണല്ലോ 30-ാം തീയതി അടയ്ക്കാമെന്ന്. അതെനിക്ക് ചെയർമാനെ വിളിക്കും, ചെയർമാൻ വരുന്നതുവരെ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെയർമാനെ വിളിച്ചപ്പം ചെയർമാൻ പറഞ്ഞ് 2 മണിക്ക് ഞാൻ അവിടെ എത്തും, അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ചെയർമാൻ വന്നില്ല. പകരം വേറൊരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞ് അത് പറഞ്ഞേ പറ്റത്തില്ല, പൈസ അടച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വിവരമറിയിച്ചതിനെ തുടർന്ന് MLAയും മന്ത്രിയുമായ GR അനിൽ സ്ഥലത്തെത്തി. മനുഷ്യത്വരഹിതമായ പെരുമാറ്റം നടത്തിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കുടിയിറക്കൽ നടപടി സർക്കാർ അനുകൂലിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത്തരം ക്രൂരമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റം നടത്തിയ ബാങ്ക് ജീവനക്കാരുടെ പേരിൽ നടപടിക്ക് വിധേയമാക്കാനുള്ള ശുപാർശ നടത്തണം. സഹകരണ ബാങ്ക് വിശേഷിച്ച് സഹകരണ ബാങ്ക് ഇത്തരം പ്രവൃത്തി നടത്തേണ്ടവരല്ല. ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി സ്വീകരിക്കാൻ ARന് നിർദ്ദേശം നൽകിയാണ് മന്ത്രി മടങ്ങിയത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.